കുറേ കോൾസ് ഉണ്ടായിരുന്നു. നാളെ കേസുകളല്ലേ? അത് സാരമില്ല. എവിടെ? ഞാൻ ഇപ്പോൾ ഓഫീസിലാണ്. സാറില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു. പേടിപ്പിക്കുന്ന ദിവസം എൻ്റെ അലക്സ് എന്ന്. ഞാനും പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ട് എഴുന്നേറ്റ്. അപ്പം മുതൽ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എന്ത് സ്വപ്നം? ഞാൻ തന്നെ അത് മറക്കാൻ ശ്രമിക്കുക. പറ. വേണ്ട, എന്തിനാ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അലക്സ് ഇപ്പം അവിടെ ഉണ്ട്. ഞാൻ ദേ ഇപ്പോൾ ഓഫീസെത്തും. അതെ അർച്ചന, വൈകിട്ട് ഫ്രീ ആണോ? ഒന്ന് കാണാൻ പറ്റുമോ? നോക്കാം. അലക്സ് എനിക്കൊരു കോൾ വരുന്നു, ഞാൻ വിളിക്കാം. വൈകിട്ട് എത്ര മണി? ഹലോ ഹലോ. അലക്സ് സാറല്ലേ? അതെ. ഒരു ഓട്ടോ ഫിറോസ് സാറേ. സാറ് നല്ല സെയിലുള്ള ബുക്കാട്ടെ. എന്നിട്ട് കുറേ ഉണ്ടല്ലോ കോപ്പി. പേന സാർ അടുത്ത ബുക്ക് ഏതാണ്? എല്ലാം പ്ലാനിങ് നടക്കണുള്ളൂ. സാർ എന്തെങ്കിലും ഹെൽപ്പ് വേണം സാറേ? ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇതൊന്ന് ബില്ല് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അലക്സ്, സോറി ഭയങ്കര തിരക്കാതെ ഇറങ്ങാൻ. സോറി. എപ്പോഴും അങ്ങനെയാണല്ലോ. ഞാൻ കുറേ നേരിട്ട് ബോറടിച്ചു, അതിൻ്റെ ഉള്ളിൽ കയറി. ഞാനും വിചാരിച്ചു ഇതെന്താ പതിവില്ലാത്തൊരു മീറ്റിംഗ് സ്പോട്ടിന്. വന്ന സ്ഥിതിക്ക് ഇരുള്ളൊരു കോപ്പി എടുക്കട്ടെ? ഐ ഓർഡർഡ് മൈ കോപ്പി അലക്സ്. ഞാൻ വായിക്കാം, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. അലക്സും ഞാനും മാത്രമുള്ള ഒരു സമയത്ത് വായിക്കാം. കുറെ കേട്ട കോപ്പി വേണ്ടി ഒരു കാപ്പി. എന്താ അഭിപ്രായം? വാ, ബില്ല് നടക്കാൻ. കയറി. Ma'am, your cappuccino. Sir, yours. Thank you. You're welcome. ഭയങ്കര ഫാൻസ് ഒക്കെ ആണല്ലോ അലക്സ്. ഹലോ. കേസ് വിളിച്ചു, പക്ഷെ അഡ്ജേൺഡായി. അപ്പോൾ ദാറ്റ്സ് 23rd നെക്സ്റ്റ് ഹിയറിംഗ്. ഹലോ. ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ, തൽക്കാലം നിങ്ങൾ സാർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഓഫീസിലേക്ക് വാ. ഇല്ല, നമ്മൾ ഒരു സ്റ്റേ കൂടെ ഫയൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുമ്പോൾ സൈൻ ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സോറി. ഭയങ്കര റെസ്റ്റ്ലെസ് ആണല്ലോ അലക്സ്. ആണോ? അങ്ങനെ തോന്നിയോ? ഇപ്പം ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ സ്വപ്നം കാണലും ഞെട്ടി എണീക്കലും ഒക്കെ. എന്താണെന്നറിയില്ല, ഇപ്പോൾ വന്ന് ഒറ്റക്കെടുക്കാൻ പറ്റിയ അവസ്ഥയാണ്. ഓ, അങ്ങനെയാണോ? അതൊരു പ്രശ്നമാവില്ലേ? എന്നെ സഹായിക്കാൻ താല്പര്യമില്ലല്ലേ? സഹായിക്കാലോ, അതിനല്ല ഞാൻ വന്നത്. പറ, എന്തായിരുന്നു സ്വപ്നം? അത് ശരിയാവില്ല, കുറച്ച് ഡാർക്കായിരുന്നു. ഈ സ്വപ്നങ്ങളെ നമ്മുടെ ആത്മാവ് നമ്മളെപ്പറ്റി എഴുതുന്ന നോവലിൻ്റെ ചില ചാപ്റ്റേഴ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാർക്ക് സബ്ജക്റ്റ് എഴുതുന്ന അലക്സിന് ഡാർക്ക് സ്വപ്നങ്ങൾ തന്നെ ആവുമല്ലോ. ആദ്യം നോവൽ വായിക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഞാൻ വായിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. അതെ, ഞാനിപ്പോൾ ശരിക്കും വന്നത് ഞാനൊരു ചെറിയൊരു
ഹലോ യെസ് യെസ് ഇല്ല നോ നോ ഇല്ല സേഴ്സ് ഓൺ ലീവ് പക്ഷെ ഞാൻ ഉണ്ടാവും ഐ ഹാൻഡിൽ ഇറ്റ് നോ നോ എവറിത്തിങ് ഇസ് സോർട്ടഡ് സോ ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല അലക്സ് ഇല്ല സർ യാ യാ ഓക്കെ 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 ഐ കോൾ യു ഇഫ് ദർസ് എനിത്തിങ് ദേശത്തിലാണല്ലേ ഏയ് എന്തായി? എനിക്കറിയാം നീ ദേശത്തിലാണ്. ഞാൻ എന്ത് ചെയ്യാനാ അലക്സ്? ദിസ് ഇസ് മൈ ജോബ്. നിന്റെ കേസിന് ഓടി നടന്ന് നീ കണ്ടതല്ലേ? കുഴപ്പമില്ലെന്നേ, തിരക്ക് മാറ്റി വിളിച്ചാൽ മതി. ഞാൻ അഥവാ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അലക്സ്, ഒരു മാസമായിട്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. ഈ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും. അലക്സിന്റെ കൂടെ തന്നെ ഉണ്ടാവും, എവിടേക്കാണെങ്കിലും. ആ ഉറപ്പാണോ? വിൽ ഗോ സംവെയർ. ആ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാം. സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞ ഇതിനു വേണ്ടിയാണ്. നമുക്ക് എവിടെയെങ്കിലും പോയാൽ ഈ വീക്കെൻഡ്? അർച്ചന പറഞ്ഞ പോലെ ഞാനും അർച്ചനയും മാത്രം. I'd love that. ഫോണും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാത്ത എവിടെയെങ്കിലും പോകണം. ഫോൺ എടുക്കാതിരുന്നാൽ പോരെ? സ്വിച്ച് ഓഫ് ചെയ്താൽ പോരെ? സ്വിച്ച് ഓഫ് ചെയ്താലും ഓണാക്കാമല്ലോ. എടുക്കായിരുന്നു അങ്ങനെയല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ എടുക്കല്ലോ ഫോൺ. ഓക്കെ ഓക്കെ ഫൈൻ. താങ്ക് യു. ഇപ്പൊ ദേഷ്യം മാറിയില്ലേ? പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ കണ്ടോ? ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ബൈ.
അലക്സ് അലക്സ് നമ്മളിത് എങ്ങോട്ടാ? അത് പറഞ്ഞാൽ പിന്നെ എന്ത് സർപ്രൈസ്? എന്താ നോക്കുന്നത്? ഫോൺ എടുത്തോ നോക്കിയതാ. എടുത്താ? ഐഡിയ ഏതായാലും കൊള്ളാം. ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ, ഒരു ഹോളിഡേ മൂഡ്. നോ വർക്ക്, നോ ഇന്റർനെറ്റ്, നോ സെൽഫോ, നോ സെൽ ഫോൺ, ജസ്റ്റ് യു ആൻഡ് മീ. കോടതിയും കേസായിട്ട് ഫുൾ ടൈം ഫോണിലല്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു പ്ലാൻ പിടിച്ചത്. നിന്നെ നന്നായിട്ട് കൺവിൻസ് ചെയ്തു. അതും അത്ര എളുപ്പമൊന്നും അറിയുന്നില്ല. കുറച്ചധികം നാളെ അതിനകത്ത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ലേ? യു മിസ് മീ? വണ്ടി കാട്, മഴ, പണി കിട്ടിയ ഒരു കാറ്, ഇതായിരുന്നല്ലോ സർപ്രൈസ്. ഇതിനി തിരിച്ച് പൊട്ടിക്കണ്ട. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പൊട്ടിക്കാന്ന് കൊടയൊന്നും എടുത്താ. ഞാൻ നോക്കിയിട്ട് വരാം. നന്നല്ലോ. കുറച്ച് ഇനിയുണ്ടാവില്ല സർപ്രൈസ്. എന്നെ കൊണ്ട് ശരിയാവും തോന്നണല്ല. വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. അതിന് ഫോണില്ലല്ലോ, എങ്ങനെ വിളിക്കും? ഫോൺ കൊടുത്തിട്ടില്ലല്ലേ. അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, വീടാന്ന് തോന്നുന്നു. ആ, അല്ലേ? അവിടെ പോയി ഹെൽപ്പ് ചോദിക്കാം. അത് വേണോ? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാലോ. ആരും ഇല്ലെങ്കിലോ? എന്തായാലും തന്നെത്താൻ സ്റ്റാർട്ട് ആവില്ലല്ലോ. അതില്ല. പോയി നോക്കാം. എന്തിനു പറ്റിയാ?
ഹലോ ഹലോ ഒന്നുമില്ല, വെറുതെ. പേടിപ്പിക്കില്ല അലക്സ്. എന്താ നോക്കി, ആരുമില്ല ഇവിടെ, ആരുമില്ലെന്ന് ഇവിടെ കണ്ട. പട്ടിയൊക്കെ ഉണ്ടാവില്ലേ? ഒരു മിനിറ്റ് ഞാൻ തരാം, ഇങ്ങോട്ടാ. ഒന്ന് നോക്കട്ടാവും. പോരെ, നോക്കട്ടെ. എന്നും കൂടി പേടിപ്പിക്കുന്ന. വാ വാ വാ, നമുക്ക് വണ്ടി പോയിരിക്കാം. നോക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊക്കെ താക്കോൽ ഇവിടെ എടുക്കണ്ടോ അല്ലേ? നോക്കട്ടെ. ഇല്ല. What are you doing? നോക്കട്ടെ. ആ. അല്ല, സോറി. അത് ഞാനല്ലേ ചോദിക്കേണ്ടത്? വാതിലിൻ്റെ ഇപ്പുറത്ത് ഞാനല്ലേ. ആരാ? ആക്ച്വലി കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തോട്ടെ? അത് ഞാൻ ഉപയോഗിക്കാറില്ല. ലാൻഡ് ലൈൻ ഉണ്ടോ? ഈ ഒരു കാലാവസ്ഥയിൽ അതും. വിരോധം അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടെ? വിരോധമുണ്ട്, എന്നാലും കയറി നോക്കാം. ഇങ്ങോട്ട്. ഓ ഓ, അതങ്ങ് അടച്ചേക്ക്. ചത്തിരിക്കുക. മഴ കുറയുന്നവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോട്ടെ? ഓ, ആയിക്കോട്ടെ. മാറാൻ തുണിയൊന്നും വേണം. No, it's okay. I'll manage.
വേണമെങ്കിൽ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. മാറ്റും. മുകളിൽ മുറിയുണ്ട്. കേട്ടു. ഓക്കെ. ശരി. താങ്ക്സ് ഫോർ ദ ക്ലോത്ത്സ്. താങ്ക് യു. ശരിയായില്ലേ? ഇല്ല, മഴ ഒന്ന് മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതാരുടെ ഡ്രസ്സാ? അമ്മയുടെ. അമ്മ എവിടെ? മരിച്ചു. ഇക്കാലത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാരെ കാണാറില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അത് തെറ്റാണ്. അല്ല, അങ്ങനെയല്ല. ഇറ്റ്സ് ജസ്റ്റ് സർപ്രൈസിങ്. ഉപയോഗിക്കാനൊരു ശ്രമം നടത്തിയത് അതായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അപ്പം നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസം? നല്ല വീട്. ഇത് എത്ര? ഒരു ആതിഥി എന്ന നിലയിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടുതൽ അർഹനും ഒരു അതിഥി എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാൻ കൂടുതൽ തൽപരൻ ഞാനാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. താങ്കളുടെ പേര്? അർച്ചന. വെറും അർച്ചന? അർച്ചന പിള്ളை. അർച്ചന. നിങ്ങൾ വിവാഹിതരല്ല അല്ലേ? അതെന്താ അങ്ങനെ തോന്നാൻ? ഒരു നിരീക്ഷണം. മാത്രമല്ല, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. ഏറിയാൽ 2-3 മാസം. 3 മാസം? എങ്ങനെ മനസ്സിലായി? നിരീക്ഷണം. നിങ്ങളുടെ ഇടയിലുള്ള അകലം അത് വ്യക്തമാക്കുന്നുണ്ട്. കാമുകന്റെ കൂടെ ഇങ്ങനെ യാത്രകൾ പോകുന്നതല്ലാതെ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ലോയറാണ് ഹൈക്കോർട്ടിൽ. വക്കീലാണ്. നുണകൾ സത്യമാക്കി ജീവിക്കുന്നവർ. വക്കീലന്മാരോട് വിരോധം വല്ലതും ഉണ്ടോ? വക്കീലന്മാരോടില്ല, നുണയോടുണ്ട്. നുണയാണോ സത്യമാണോ എന്ന് വക്കീലന്മാരല്ല, കോടതിയാണ് തീരുമാനിക്കുന്നത്. പബ്ലിക്കിനും അത് പറയാനുള്ള അവകാശമില്ല. നിങ്ങളുടെ സത്യം വേറൊരാളുടെ നുണയാവാലോ.
മനസ്സിലായില്ല. സി, സത്യത്തിലും നുണയിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാക്ട്സ്. ആ ഫാക്ട്സ് ആണ് ലോയേഴ്സ് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. സത്യവും നുണയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണോ പറയുന്നത്? ഉണ്ട്. ഒരാൾക്ക് മുഴുവൻ സത്യം പറയാൻ പറ്റും, പക്ഷെ മുഴുവൻ നുണ പറയാൻ പറ്റില്ല. എല്ലാ നുണയിലും കുറച്ചെങ്കിലും സത്യം ഉണ്ടാവും. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ മിസ്റ്റർ അലക്സ്? ഉണ്ട്. എന്തുകൊണ്ട്? സത്യം മറച്ചു വെക്കാനുള്ളൊരു മുഖം കൂടിയാണല്ലോ നുണ, അല്ലേ? കൊള്ളാലോ. താങ്ക് യു. താങ്കളും വക്കീലാണ്? അയ്യോ, ഞാൻ വക്കീലല്ല, ഞാനൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരനാണ്? യെസ്. ഇന്നത്തെ അതിഥികൾ വിശിഷ്ട വ്യക്തികളാണല്ലോ. അലക്സ് പാറയിൽ, അലക്സ് പാറയിൽ. മലയാളത്തിലാണ് എഴുതിയെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ടാവും. മലയാളത്തിൽ എഴുതിയത്, പക്ഷേ സാറ് വായിക്കാൻ സാധ്യതയില്ല. ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ, അതും ഈ അടുത്ത പബ്ലിഷ് ചെയ്ത്. താങ്കളുടെ കൃതിയുടെ പേര്? ഇരുൾ. ഇരുൾ, ഇരുട്ട്, അന്ധകാരം. ഇദ്ദേഹത്തിന്റെ കൃതി വായിക്കാനുള്ള ധൈര്യം അർച്ചനയ്ക്കുണ്ടായിരുന്നു? ഇല്ല. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് വായിക്കാനുള്ള ധൈര്യവും ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? തീർച്ചയായും. എന്ത് തോന്നി? എന്താ അഭിപ്രായം? ഒന്നും തോന്നിയില്ല, വളരെ മോശം അഭിപ്രായം. ബീജിനെ പറ്റി അർച്ചനയുടെ അഭിപ്രായം എന്താ? വൈൻ നല്ല അഭിപ്രായം. വിരോധമില്ല, എന്നെ ഒന്ന് സഹായിക്കാം. താങ്കളുടെ പാനീയം? വിസ്കി. അതെന്താ അങ്ങനെ പറഞ്ഞ? എന്ത്? വളരെ മോശം അഭിപ്രായം. താങ്കളുടെ കൃതിയിലെ ആ കഥാപാത്രം, ആ സീരിയൽ കില്ലർ. ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയല്ലേ താങ്കൾ ആ കൃതി എഴുതിയത്? അതെ, ആ സമയത്ത് ടി വിയിൽ ന്യൂസ് പേപ്പർ മൊത്തം ആ വാർത്തകളായിരുന്നു. ഞാനൊരു വിമർശനം നടത്തിക്കോട്ടെ താങ്കളുടെ സമ്മതത്തോടെ. താങ്കളുടെ അഭിപ്രായത്തിൽ അയാൾ നടത്തിയ 6 കൊലകൾ? 6 അല്ല, 5 കൊലകൾ. 5 കൊലകൾ. അതിന്റെ പിന്നിലെ കാരണം? പക. ആരോട്? സ്ത്രീകളോട്. സ്ത്രീകളോട് പക. അതെങ്ങനെ വിലയിരുത്തി? കൊല ചെയ്യപ്പെട്ട 5 പേരും സ്ത്രീകളായിരുന്നു. അവരെ വളരെ ബ്രൂട്ടലായി ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം അവർ തലമുടി, 5 സ്ത്രീകളുടെയും തലമുടി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പകയും ദേഷ്യവും എന്നല്ലാണ്ട് പിന്നെന്താ പറയണ്ടേ? ആയിരിക്കാം, പക്ഷേ പകയ്ക്ക് പിന്നിലുള്ള കാരണം നിങ്ങളുടെ കൃതിയിൽ വ്യക്തമല്ല. ഞാനാണെങ്കിൽ മനഃശാസ്ത്ര വിഷയത്തോട് പ്രത്യേക താല്പര്യമുള്ള ആളാണ്. താങ്ക് യു. അമ്മയാണ്. In vino veritas. വീഞ്ഞിൽ സത്യമുണ്ട്. മിസ്റ്റർ അലക്സ്, മനഃശാസ്ത്രപരമായി താങ്കളുടെ കൃതിയിൽ പോരായ്മകളുണ്ട്. കൊലയാളിയുടെ പ്രേരണ വ്യക്തമല്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു ക്രൈം ത്രില്ലറാണ്, സൈക്കോളജിക്കൽ ത്രില്ലറല്ല. പകയാണ് പ്രേരണ എന്ന് കഥയിൽ വ്യക്തമാണ്. വായിച്ചവർക്കാർക്കും അതൊരു കുഴപ്പമായിട്ടില്ല. മിസ്റ്റർ അലക്സ്, താങ്കളെ പോലെയുള്ള ഒരു യുവ എഴുത്തുകാരനുമായി ഇതുപോലൊരു സംഭാഷണം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ കുറച്ച് ആശയങ്ങളുണ്ട്. താങ്കളുടെ കൃതിയിലെ ആ കൊലയാളി നമ്മളിൽ ഒരാളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെ കാണാതെ പോകരുത്. സ്ത്രീകളോടുള്ള പകയാണ് കൊലയ്ക്ക് പിന്നിലുള്ള കാരണമെങ്കിൽ അത് വ്യക്തമാക്കണം. അപമാനം, സ്ത്രീകളിൽ നിന്നുള്ള അപമാനം.
ആവാം. പക്ഷെ പകയല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ട്? മറ്റെന്ത് കാരണങ്ങൾ? ജിജ്ഞാസ, കൗതുകം, സ്ത്രീ ശരീരത്തിനോട്, അവരുടെ മാനസികതയോട്. ഈ കൊലകളെപ്പറ്റി ഞാൻ വായിക്കുന്നത് പത്രത്തിലാണ്, പിന്നെ താങ്കളുടെ കൃതിയിൽ. എൻ്റെ വിലയിരുത്തൽ, കൊലയ്ക്ക് പിന്നിലുള്ള കാരണം പകയല്ല, കൗതുകമാണ്. കൗതുകം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണോ? അല്ല, മരണപ്പെട്ടവരാരും ബലാത്സംഗപ്പെട്ടിട്ടില്ല. അവരാരും തന്നെ അതിന് ഇരയായിട്ടുമില്ല. അതൊരു കാരണമല്ല. പിന്നെന്താണ് കാരണം? എൻ്റെതായ രീതിയിലുള്ളൊരു ഗവേഷണം നടത്തിയിട്ടാണ് ഞാൻ ഈ കഥ എഴുതിയത്. എൻ്റെ റിസർച്ച് തെറ്റിയിട്ടില്ല. ഏത് തരത്തിലുള്ള ഗവേഷണമാണ് താങ്കൾ നടത്തിയത്? ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ദിവസങ്ങളോളം ചോര വാർന്നാണ് ആ സ്ത്രീകൾ മരിച്ചത്. എന്നുവെച്ചാൽ അവർ കൊല്ലുക എന്നുള്ളതല്ല, അവരെ വേദനിപ്പിക്കുക. അവരുടെ ശരീരത്ത് ബ്ലേഡ് കൊണ്ടും കത്തി കൊണ്ടും മുറിച്ച ചെറുതും വലുതുമായിട്ടുള്ള മാർക്കുകളുണ്ടായിരുന്നു. അവരുടെ ബോഡിയിൽ കയറിൻ്റെ പാടുണ്ടായിരുന്നു. അവർ കെട്ടിത്തൂക്കിയതിൻ്റെ തെളിവാണത്. എന്നുവെച്ചാൽ ഇഞ്ചിഞ്ചായി കൊല്ലുക. ജിജ്ഞാസ, ഇതൊരു തരം മാഡ്നസ് ആണ്. കൊലയാളിയെ ഭ്രാന്തനുമാക്കിയോ? ഉറപ്പായിട്ടും. 5 സ്ത്രീകളെ കൊന്നയാൾ, പോലീസിന് പോലും പിടിക്കാൻ പറ്റാത്ത അയാൾ വെറും ഭ്രാന്തനാണ്. സമർത്ഥനായ ഭ്രാന്തൻ. ഐ തിങ്ക് ഹീസ് ബ്രില്യൻറ്റ്. സമ്മതിച്ചു. അങ്ങനെയാണ് അയാൾ എന്ത് ചെയ്യണം? നിയമം എന്താണ് പറയുന്നത്? കൊല ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് അവരുടെ മാനസികാവസ്ഥ ഊഹിക്കാനല്ലേ പറ്റൂ. ഐ തിങ്ക് ദീസ് പീപ്പിൾ ഹാവ് ടു ബി സ്റ്റഡീഡ് ആൻഡ് ആ പഠനം അവരുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുകയാണ് വേണ്ടത്. മിസ് അർച്ചനെ ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഇനി എനിക്ക് പ്രതീക്ഷയുണ്ട്. നേരത്തെ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അലക്സിന്റെ കഥയിൽ ആ കൊലയാളിയെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. ക്യാൻസർ വന്നാൽ രോഗിയെ കൊല്ലുകയാണോ ചെയ്യുന്നത്? ക്യാൻസർ എന്ന ഭാഗം മുറിച്ച് മാറ്റാറുണ്ട്. സൊസൈറ്റിയിൽ നിന്നും ഇങ്ങനെയുള്ളൊരു ഒഴിവാക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എങ്ങനെ ഒഴിവാക്കാൻ? കൊന്നുകളയാം. സ്റ്റോപ്പ് ഇറ്റ് അലക്സ്. ഹീസ് ജസ്റ്റ് ജോക്കിംഗ്. ഒരു റൈറ്റർ അല്ലേ, അതിൻ്റെതായ ഒരു ഇമാജിനേഷനൊക്കെയാണ്. അതാണ് സംഭവം, ഭാവന. അലക്സിന്റെ കൃതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അത് തന്നെയാണ്. ഇമാജിനേഷൻ ഇല്ലാത്ത കഥ എങ്ങനെ എഴുതും? അനുഭവം. എല്ലാ കലാസൃഷ്ടിയും ഉണ്ടാകുന്നത് അനുഭവത്തിൽ നിന്നാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് അലക്സ് ഒരു കൊലയാളിയെ പറ്റി എഴുതാനാണെങ്കിൽ അലക്സ് ഒരു കൊലയാളി ആവണം എന്നാണോ? തീർച്ചയായും. കുറഞ്ഞ പക്ഷം ആ കൊലയാളിയുടെ മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചോദിച്ചു, എഴുത്ത് തന്നെയാണോ അലക്സിന്റെ ഉപജീവന മാർഗം? അല്ല, എഴുത്തൊരു പാഷനാണ്. ബിസിനസ് ഉണ്ട്. എന്ത് തരം? ഹോസ്പിറ്റാലിറ്റി, ടൂറിസം. ഫീസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറാണ്. പാർട്ട്ണർ. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചോട്ടെ. വേറെ ഉപജീവന മാർഗം ഉണ്ടായിട്ടും ഒരു കൗതുകത്തിനാണ് മിസ്റ്റർ അലക്സ് എഴുത്തുകാരനായത്. ഒരു കൊലയാളിക്കും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കലാകാരനെ പോലെ ആത്മനിർവൃത്തിക്ക് വേണ്ടി ഒരു ശില്പി കല്ലിൽ നിന്ന് ശില്പം കൊത്തിയെടുക്കുന്നത് പോലെ. ഇത്രയും നേരം സംസാരിച്ചില്ലേ? ഇനിയെങ്കിലും നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ? ശരിക്കും നിങ്ങൾ ആരാ?
ഇത്രയും മെഴുകുതിരി? എനിക്ക് ഇരുട്ട് പേടിയാണ്. മെയിൻ സ്വിച്ച് എവിടെയാണ്? അറിയില്ല. അറിയില്ലേ? ഈ വീട്ടിലെ അടുക്കള പോലും എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും ജോലിക്കാരുള്ളതാണ്. ടോർച്ചുണ്ടോ? മെയിൻ സ്വിച്ച് എവിടെ നോക്കാം. താഴത്തൊരു നിലണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് പോകാറില്ല. മെയിൻ സ്വിച്ച് താഴെ തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനിപ്പോൾ വരാം.
Alex? ഇയാൾക്കെന്താ സംഭവിച്ചത്? Alex, what's going on? Alex! Alex, ഇയാൾക്കെന്താ പറ്റിയേ? Are you okay? Alex, was that a gunshot? Alex! 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 Alex, what's going on? Alex! Alex, എന്തെങ്കിലും ഒന്ന് പറ. Say something! Alex, ആ ശബ്ദം എന്തായിരുന്നു? Alex! Alex, ഇയാൾക്ക് എന്താ പറ്റിയേ? Alex! Alex, what are you doing? Alex, എങ്ങോട്ടാ പോകുന്നേ? Alex! Alex! Alex? Alex, എന്താ ചെയ്യുന്നേ? Alex! ഇവൻ കൊന്നു. താഴത്തൊരു പെണ്ണിനെ ഇവൻ കൊന്ന്. അവനെ തൂക്കിട്ടെങ്ങനെയായിരുന്നു? ദേഹത്തിന് ആകെ മുറിവാണ് പെണ്ണിന്റെ. അവന്റെ തലമുടി ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Alex, നീ പറയുന്നത് ആ ഇവനാണ് ആ കൊലയാളി. ഇവനാണ് 5 പെണ്ണിനെ കൊന്ന്. Alex, നമുക്കിവിടുന്ന് പോവാം. Alex, പോലീസിനെ വിളിക്കാൻ പോ. എങ്ങനെ വിളിക്കാനും? ഫോൺ വർക്ക് ചെയ്യോ? Alex, എന്തെങ്കിലും ചെയ്യണം. Alex!
എങ്ങോട്ടും അർച്ചന, നിനക്ക് താങ്ങാനാവില്ല അത് കണ്ടാൽ. Alex, please, let's just do something. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ കാട്ടിപ്പോട്ട് ആര് വിളിക്കാനാണ് നമ്മള്? എന്നെ ഒന്നും ചെയ്യില്ല സാറേ, ഒന്ന് അഴിച്ചു വിട്, ഞാൻ പൊക്കോളാം സാറേ. ഇവിടെ നടന്നതൊന്നും ഞാൻ ആരോടും പറയില്ല സാറേ, ഒന്ന് അഴിച്ചു വിട് സാറേ, ഞാൻ പൊക്കോളാം. നീ ആരോട് എന്ത് പറയില്ലെന്ന് പറഞ്ഞ? ചേച്ചി, സാറല്ലേ 5 സ്ത്രീകളെ കൊന്നത്? സാറ് തന്നെയാ. നീ അത് രക്ഷപ്പെടാൻ വിചാരിച്ചാ? ഇനി ഒരു പെണ്ണെ കൊല്ലം സമ്മതിക്കൊടുത്തില്ലേ? Alex, നമുക്ക് പോലീസിനെ വിളിക്കാൻ വിട്. എത്ര നേരം ഫോൺ വർക്ക് ചെയ്യില്ലത്? ഫോൺ ചത്തിട്ടില്ല ചേച്ചി, ഫോൺ ചത്തിട്ടില്ല. വയറിയ ഊരിട്ടാ. സാറേ, ഞാൻ പൊക്കോളാം സാർ. It's okay. Alex, what are you doing? പോലീസിന് വിളിക്കാൻ പറ്റില്ല. നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? അത് പറ്റില്ല, ശരിയാവില്ല. ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് അറിയണം. പോലീസ് വന്ന് അലക്സ് സാറ് കുടുങ്ങും, അത് അലക്സ് സാറിന് അറിയാം. ചേച്ചിയെങ്കിലും അയച്ചോട്, ഞാൻ പൊക്കോളാം. ഒന്ന് അയച്ചോട് ചേച്ചി. Alex! Alex! ഞാൻ പറയണമെന്ന് കേൾക്ക്, ഞാൻ പറയട്ടെ. പോലീസ് വന്ന് എനിക്കാണ് പ്രശ്നം. അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത് അലക്സ്? എന്റെ വീടാണ് ഇത്. എന്റെ വീടാണ് അർച്ചന. Stop joking, Alex. It's not funny. ആ പറഞ്ഞ വീക്കെൻഡ് സർപ്രൈസ് ഈ വീടായിരുന്നു. ഇവിടെ വന്നിട്ട് പറയാലോ വിചാരിച്ചിട്ടാണ്. സത്യം. ഇത് നിന്റെ വീടാണെങ്കിൽ പിന്നെ ഇയാൾ ആരാ? ഞാൻ ഒരു കള്ളനെ ചേച്ചി, കക്കാൻ കയറിയതാ. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇയാളുടെ വീടാണ്. ഒന്ന് അയച്ചു വിട് ചേച്ചി, ഞാൻ പൊക്കോളാം. നീ ആളെ കണ്ടപ്പോ എന്താന്ന് പറയാഞ്ഞേ? ഞാൻ വീണ്ടും അത്ര ആളെ കണ്ട് പേടിച്ചു പോയി. പിന്നെ ആരാണ് എന്റെ ഇവിടെ വന്നിരിക്കുന്നത് അറിഞ്ഞോളൂ. ഞാൻ നിനക്ക് പറഞ്ഞ ശരിക്കും മണ്ടത്തിലായിട്ട് തോന്നും. ഒരു പുതിയ കഥയുടെ ഒരു ഐഡിയ കിട്ടി വന്നെയായിരുന്നു. നിനക്കൊരു മൊത്തം നോവലായിട്ടില്ലേ? അഴിച്ചുവിട് ചേച്ചി, അഴിച്ചുവിട്. നീ ഇവിടെ എന്താ നേരത്തെ അന്വേഷിച്ചേ? ആ തോക്ക് നിന്റെ ആണോ? അതെന്റെ ഓക്കാണ്. താഴെയുള്ള ആ പെൺകുട്ടി എനിക്കറിയില്ല. നമുക്കെല്ലാം തുറന്നു പറയാം. അവര് വിശ്വസിക്കൂല. ഇത് എന്റെ വീടാണ്. ഇവിടെ വെച്ചാണ് കൊല്ലാറുന്നേക്കണേ. എന്റെ തോക്കിന്നാണ് വെടിവെച്ചിരിക്കുന്നത്. അവരെങ്ങനെ വിശ്വസിക്കുന്ന നീ പറയണേ? സാറ് തന്നെ തെളിവെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് സാറൊന്നും ചെയ്തിട്ടില്ല. അത് ഇയാള് റോങ് ആണ് ചേച്ചി. എന്നെ അഴിച്ചു വിട് ചേച്ചി. അർച്ചന, നിനക്കെന്നെ അറിഞ്ഞൂടെ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് നിൽക്കൂല അർച്ചന. എങ്ങനെ? ഇവനെ കൊണ്ടുവരാൻ പറയിപ്പിക്കും. ഇവനെ കൊണ്ടുവരാൻ പറയിപ്പിച്ചിരിക്കും. ചേച്ചി, സാറല്ല എന്റെ തലയിലാക്കാൻ നോക്കുക. ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ ഇവിടെ കക്കാൻ കയറിയതാ, അല്ലാതെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എനിക്ക് അറിയത്തില്ല ചേച്ചി. സാറാ കള്ളം പറഞ്ഞത്. ചേച്ചിയോട് കള്ളം പറഞ്ഞില്ലേ സാറിവിടെ കൊണ്ടുവന്നത്? ചേച്ചി 3 മാസം മുമ്പല്ലേ സാറിനെ പരിചയപ്പെട്ടത്.
നിന്റെ വായോടെ ഞാൻ പറയിപ്പിച്ചിരിക്കോടാ. അലക്സ്, നിന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നോ? അലക്സ്, നീ എന്നോട് ഫോൺ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നല്ലേ? അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഒന്ന് അയച്ചുവിട് സാർ. നീ എന്തൊക്കെയാ അലക്സ് പിന്നെ സംസാരിക്കാല്ലേ? ഞാൻ പൊക്കോളാം സാറേ. പറയടാ. അയച്ചുവിട് സാറേ, ഞാൻ പൊക്കോളാം. നീ എന്തിനാ ഇവിടെ വന്ന്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. പറയണം. നീ എന്റെ വീട്ടിൽ കൊണ്ടുവന്നത് എന്തിനാണ്? ഞാൻ കക്കാൻ വന്നതാ. ഞാൻ എല്ലാം പറയുന്നത് നീ പറയണം. മനസ്സിലാക്കി. ഏതാണ് പെണ്ണ്? ഏത് പെണ്ണ്? താഴത്ത് കൊന്നിരിക്കുന്ന പെണ്ണ് ഏതാണ്? സത്യമായിട്ട് ഞാൻ കക്കാൻ വേണ്ടി കയറിയതാ. എന്തിനാ എന്റെ വീട്ടിൽ കയറുന്ന ഇങ്ങനെ ചെയ്തത്? എനിക്ക് അറിയില്ല സാർ. ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്ത് ഞാൻ മനസ്സിലാക്കണ്ട? പൊക്കോട്ടെ നീ സാറേ. ഇവിടെ പോകുന്ന നിൽക്കണ്ട. നീ എത്ര പേര് ഇതുപോലെ കൊന്നിട്ടുണ്ട്? ആരും കൊന്നിട്ടില്ല Alex, tell സാർ. me നീ what's നിർത്ത്. going on. നീ എനിക്ക് അറിയത്തില്ല സാർ. ഞാൻ കക്കാൻ വേണ്ടി കയറി എത്ര പ്രാവശ്യം പറഞ്ഞു. അവിടെ നടന്നത് നീ ഞാൻ എന്ത് കണ്ടിട്ടില്ല സത്യം സാർ. പറയണത്? ഇത് സാറിന് അറിയില്ല. സാറിന് എന്നെ ഇവിടെ അറിയില്ല. ഞാൻ ഒന്ന് കൊണ്ടുവന്നത് പോയിട്ടില്ല സാറേ. എന്തിനാ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് അറിയത്തില്ല സാറേ. ഇത് ആരാണ്? ഉണ്ടായിക്കടാ. എന്നെ അയച്ചുവിട് സാറേ. ഇവിടെ കണ്ട കാര്യം ഞാൻ ആരോടും പറയുന്നില്ല. ചേച്ചി ഒന്ന് പറയേ. ചേച്ചി സാറിനെ കള്ളം പറഞ്ഞു. ഇത് വീടല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വീടാണെന്ന് പെണ്ണിനെ കൊല്ലം പറഞ്ഞു. കമ്മിറ്റി കൊടുക്കാൻ. ചേച്ചി ഒന്ന് നീ പറഞ്ഞ് പറഞ്ഞാ മനസ്സിലാക്കി. പറ്റുമോ? ചേച്ചി ഞാൻ കക്കാൻ വേണ്ടി ഒരു വന്നതാ. നേരിനെ ഇല്ല ഞാൻ കൊണ്ടുവന്ന് പറയുന്നത് ഞാൻ നീ പറഞ്ഞു. സത്യം നീ പറയണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല ചേച്ചി. പറയണം. സാറാ കൊന്നത്. ഞാൻ ഒന്നും ആരെയും മിണ്ടാതിരിക്കോ. കൊന്നിട്ടില്ല. ഒരു നേരമില്ല ഇത്. Tell me what's going on. ചേച്ചി ചേച്ചി ഫോൺ എടുത്ത് ഞാൻ ചോദിക്കാം. സാറ് പറഞ്ഞ കള്ളത്തരം ഇവിടെ ഫോൺ എടുത്തില്ല. സാറിന്റെ കള്ളത്തരം പറയുന്നത്. ചേച്ചി കൊടുക്കാൻ നോക്കിയ ചേച്ചി. ആദ്യം പറഞ്ഞ വീടില്ല. അത് പിന്നെ ഫോൺ കൊണ്ടുവരുന്നത്. എല്ലാം സാറല്ലേ പറയുന്നത്. ചേച്ചി കൊടുക്കാൻ തന്നെ ചേച്ചി. ചേച്ചി ഇയാൾ തോടി രക്ഷപ്പെടാൻ നോക്കിയ ചേച്ചി. ഇയാൾ പറഞ്ഞ കള്ളത്തരം. നിനക്ക് ഇവിടെ വന്നിട്ട് എന്റെ കള്ളം കെട്ടി കൊടുക്കണ. അതാണ് അവളെയും കൊല്ലും നിന്നെയും കൊല്ലും. നിന്നെ കൊന്നിട്ട് അവിടുന്ന് പോകുള്ളൂ. സാറേ കൈ നോയപ്പോ പറഞ്ഞു സാറേ. എന്നെ അയച്ചു വിടും സാറേ. ഞാൻ പോയിക്കോളാം സാറേ. ഞാൻ ആരോടും ഒന്നും പറയത്തില്ല സാറേ. ഞാൻ ആരോടും പറയത്തില്ല സാറേ. സാറേ അർച്ചന, അർച്ചന, സാറേ അർച്ചന, അർച്ചന,
ഫോൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആളല്ല. എന്റെ നോവലുള്ള അതേപോലെ എല്ലാ സ്ത്രീകളും കൊന്നിരിക്കുന്നത്, അതും എന്റെ വീട്ടിൽ വെച്ചിട്ട്. അതിനെ കൊടുക്കാൻ വേണ്ടിയാണ്. നീ ഇതാ മനസ്സിലാക്കാത്ത. ഞാനിവിടെ വന്നത് നന്നായി, അല്ലെങ്കിൽ എല്ലാവരും നല്ലയിരുന്നെ. നീ മാത്രം സാക്ഷിയായിട്ട് നിനക്കത് മനസ്സിലാവാത്ത. നീ ഇതൊന്നും മിണ്ടാത്ത. ഇതാണോ? നീ എന്താ ചെയ്തോ? ആരെന്തൊക്കെ ചെയ്ത നീ തീരുമാനിച്ചോ? എന്തേ സാർ പോകുന്നില്ലേ? ഞാൻ പോകട്ടെ സാറേ. അഴിച്ചുപടി ചേച്ചി. നിങ്ങൾക്ക് വേണ്ട വേണ്ട, ഞാനുകൾ രക്ഷപ്പെട്ട. അഴിച്ചുപടി ചേച്ചി. ഒരു കവള ചേച്ചി. ഇത്തിരി കൊടുത്ത ചേച്ചി. മുകളിൽ പോയപ്പോൾ സാർ ചേച്ചിയോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നീ എന്താ പറഞ്ഞു? അലക്സ്, നീ എന്താ പറയണ? അലക്സ്, നീ അങ്ങോട്ട് പോയാ ഞാൻ ചോദിച്ചോളാം. അങ്ങോട്ട് പോവാൻ അലക്സ്. നീ പറ, നീ ആരാ? ഞാനൊരു കള്ളനാ ചേച്ചി. നിന്റെ പേരെന്താ? ഉണ്ണി. എന്ത്? ഉണ്ണി. ഓ, നിന്റെ ഐ ഡി കാർഡ് വല്ലതും ഉണ്ടോ? ID കാർഡും കൊണ്ടുണ്ടോ കള്ളന്മാരെടുക്കണത്? ചേച്ചി ഒരു വക്കീലല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെളിവ് ഇല്ലാതാക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. തക്കണ സമയത്തോ കൊലയണ സമയത്തോ? കള്ളനാണെങ്കിൽ നീ എന്തിനാ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നെ? തുറന്നത് നിങ്ങൾ തന്നെയല്ലേ, ഞാൻ മുന്നിൽ പെട്ടു പോയതാ. അപ്പൊ പിന്നെ നീ നീ എത്ര നേരം? ചേച്ചി എന്താ ചേച്ചി എന്നോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത്? സാറിനോട് ചോദിക്കും. സാറിനോട് ചോദിക്കും എന്തിനാ ഫോൺ കൊണ്ടുവന്നുണ്ട്. അലാറം വെക്കാൻ, സർപ്രൈസിനുള്ള അലാറം വെക്കാൻ. സർപ്രൈസ് തീർന്നിട്ടില്ല ചേച്ചി. ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. സാറിൻ്റെ ടവർ ഇവിടെ, ചേച്ചിയുടെ ടവർ വീട്ടിലും. എല്ലാവരുടെയും വിചാരം ചേച്ചി വീട്ടിലാണ്. ഇങ്ങോട്ട് വരുന്നവരെ ആരോടെങ്കിലും പറഞ്ഞിരുന്നു.
സത്യമായിട്ടും സർപ്രൈസ് ആയിരുന്നു. നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഫോൺ കൊണ്ടുവന്ന മോതിരം കൈ കയറത്തില്ലേ ചേച്ചി? നീ കക്കാൻ വന്നല്ലേ? അല്ലേ നീ കള്ളനല്ലേ? നീ എന്താ കക്കാൻ പോയത്? ഇവിടുന്ന് എന്താ കട്ടത്? ആ പെണ്ണിനെ കൊന്നിട്ട് എൻജോയ് കൊണ്ട് ഇവിടുന്ന് നിനക്ക് ഇവിടെ കക്കാൻ ഇവനെന്താ മോശം ഇവിടുന്ന്? പറയടാ. നീ എന്താ കട്ടെ? അതിനല്ലേ ഞാൻ ചോദിച്ചത്. അലക്സ്, നീ അല്ലേ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞേ? Now give me a chance to do it. Let me handle it, Alex. നീ അങ്ങോട്ട് മാറിക്ക്. നീ എത്ര നേരം ഇവിടെ വന്നിട്ട്? 2-3 മണിക്കൂറായി കാണും. അപ്പൊ ഇവിടെ മൊത്തം അരിച്ചു പറക്കാനുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. നീ താഴെ പോയി കാണുമല്ലോ. പോയിരുന്നു, ഇരുട്ടായതുകൊണ്ട് കയറിയില്ല. എനിക്ക് ഇരുട്ട് പേടിയാ ചേച്ചി. നിനക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടല്ലോ. നീ ഇതിന് ഉത്തരം പറ. നീ എന്താ കട്ടേ? പറയാൻ കട്ടു. എന്ത് പറയാൻ? കട്ടത് എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നീ എന്താ കട്ടേന്ന് കാണിക്കാണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കില്ല. പോലീസിനെ വിളിക്കും. പോലീസ് വന്നാൽ പറയാൻ ഞാൻ എന്താ കട്ടത്. അപ്പൊ അലക്സ് പറയുന്ന ശരി. നീ കള്ളം പറയാണല്ലേ? ഇയാൾ കള്ളം പറയുന്നവർ എനിക്ക് ചേച്ചിയോട് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാൻ കട്ടതാ. മുതൽ ഇവിടെ തന്നെ ഉണ്ട്. പോലീസ് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നീ കുറേ നേരമല്ല പോലീസും കള്ളൻ കളിച്ചോണ്ടിരിക്കണ. നിന്നെക്കൂടെ ഞാൻ പറയിപ്പിക്കടാ. ഇയാള് പറയുന്നത് ശരിയല്ലേ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് വന്ന എന്താ? ഇനി ഒരു തവണ കൂടി പോലീസിനെ സമ്മതിക്കില്ല ഈ വീട്ടിലോട്ട്. ഒരു തവണ കൂടിയോ? എൻ്റെ അമ്മ ഒരു വീട്ടിൽ വെച്ചിട്ടാ. ഇങ്ങനെയാ മരിച്ചാന്ന് ചോദിക്കുക ചേച്ചി. ഞാൻ പറയാം, ഇയാളുടെ അമ്മ ആരോ കൊന്നതാ. കൊലയാളി ഇതുവരെ പിടിച്ചിട്ടില്ല. നിനക്ക് എങ്ങനെ അറിയാം? ഇയാളുടെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും അറിയാൻ ചെയ്യും. Alex, stop it! Alex! ചേച്ചി ചേച്ചി രക്ഷപ്പെടാൻ നോക്ക് ചേച്ചി. ഇയാളെ കള്ളനാ. പോലീസ് വന്ന് ഇയാളെ കൊല്ലുമോ? ചേച്ചി 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 രക്ഷപ്പെടാൻ നോക്ക് ചേച്ചി. ചേച്ചി ചേച്ചി രക്ഷപ്പെടാൻ ചേച്ചി. നീ പറഞ്ഞേ പറ്റുള്ളൂ. ചേച്ചി രക്ഷപ്പെടാൻ ചേച്ചി. എന്റെ അമ്മയെ പ്രതി നീ Alex! എവിടെ കണ്ടേ? ചേച്ചി പറയണം. ചേച്ചി. കട്ടതന്നെ എവിടെ നിന്ന് പറയണം. തെളി പറയണം. നിന്നെത്ര പറഞ്ഞിട്ട് ഇവരെല്ലാം ചെയ്തത് എന്നെ വിശ്വസിക്കുന്നു. ഇതൊക്കെ കേൾക്കാത്ത കുറെ നേരം ഞാൻ പറയാം. ഇപ്പൊ സർപ്രൈസ് മനസ്സിലായി ചേച്ചി. എന്താണിത്? ഇതെവിടുന്നാ? ഞാൻ ഇവിടുന്ന് കെട്ടതാ. അപ്പൊ സാറിൻ്റെ ആയിരിക്കുമല്ലോ.